നമ്മള് പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് പെൺകുട്ടികള് നല്ല സ്ട്രഗിളിംഗ് ആണ്. ഈ സിനിമ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രഗിളിംഗ് ആണ്. കാരണം അവർക്ക് കുറെ റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ തന്നെ ഉണ്ട്. അതായത് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം, നാട്ടുകാരുടെ അത് വേറെ, അതായത് നാട്ടുകാരുടെ പ്രഷറുണ്ട് വീട്ടുകാർക്ക്, അതെല്ലാം കൂടെ നമ്മളുടെ തലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പഠിത്തം എല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആ ഒരു പാഷന് അവര് നല്ല സ്നേഹിച്ച് ചെയ്യുന്ന ഒരു വർക്കാണത്. അപ്പൊ അതിനെ നമുക്ക് നല്ല ക്രിറ്റിസിസം ഉണ്ട്. നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ക്രിറ്റിസിസം ആണോ എന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ക്രിറ്റിസിസം നമ്മൾ എപ്പോഴും അംഗീകരിക്കണം, അത് നമ്മളുടെ ഗ്രോത്ത് ആണ്. പക്ഷെ ചിലവര് ഇവളെന്ത് ഊളയാണ് അങ്ങനെയൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ചെയ്യുന്ന എന്തിനെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമൊക്കെ തോന്നും. പിന്നെ എന്താ പറയുക, ഒരു 5-6 മെസ്സേജസ്, നല്ല മെസ്സേജസ്, പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ആണ് നമ്മുടെ മനസ്സ് ശരി നമുക്ക് ഇനിയും നല്ലതായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഒരു മെസ്സേജ് ആരെങ്കിലും ആയിരിക്കും, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും മിക്കതും വരുന്നത്. അപ്പോൾ അവര് ചുമ്മാ ഇരിക്കുന്നവർക്ക് വെറുതെ ഒരു രസമായിട്ട് അവർ അയക്കുന്നതായിരിക്കാം. പക്ഷെ അതൊന്ന് കാണുമ്പോഴത്തേന് പിന്നെ ആ ബാക്കി 100 മെസ്സേജസ്, നല്ല മെസ്സേജസ് നമുക്ക് മറക്കും. ആ ഒരു നെഗറ്റീവിലായിരിക്കും. ചിലവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ, സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സിനിമയിൽ വന്നതുകൊണ്ട് ഇത് ഇങ്ങനെയാണ്, എന്റെ ജോലിയുടെ നേച്ചർ ഇങ്ങനെയാണ് എന്ന് അച്ഛനെയും അമ്മേനെയും കൺവിൻസ് എടുക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? അറ്റ് സം പോയിന്റ് എന്ന് വെച്ചാൽ അവര് ശരിക്കും സപ്പോർട്ടീവ് ആണ്. അവര് കാരണമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്റെ അമ്മ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ മടുക്കുമ്പോൾ ഈ ഡാൻസിന്റെ CBC കലോത്സവം അതൊക്കെ ഉണ്ടായിരുന്നു. ആ ഡാൻസ് വഴിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പക്ഷെ അവരുടെ എന്ന് വെച്ചാൽ മൈൻഡും ഒരു കൈൻഡ് ഓഫ് ലിമിറ്റേഷൻ, അവർ വന്ന സാഹചര്യം ഒക്കെ ആണെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പം അവരുടെ തോട്ട്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഓക്കെ ഇത്ര സമയം നിനക്ക് ഉണ്ട്, നീ സിനിമയിലൊക്കെ ആക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് പോവുക. അപ്പോൾ എനിക്കതല്ല വേണ്ടേ. നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് ബെസ്റ്റായിട്ട് ചെയ്യാന്നുള്ളു. അപ്പം നമ്മുടെ കരിയറാണ് എൻ്റെ മുമ്പിൽ ഇപ്പം. എനിക്ക് കരിയറാണ്. അപ്പൊ അവർക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും പറയും ഇത് ചെയ്യണ്ട മണി, അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി, അങ്ങനെയൊക്കെ പറയും. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ തന്നെ അവർ ഓക്കെയാണ്. നമിതയുടെ ഒരു പ്ലാൻ ബി എന്താണ്? സിനിമ അല്ലെങ്കിൽ സിനിമ മറ്റൊരു സാധനവും കൂടെ എനിക്ക് പാരലൽ ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? പ്ലാൻ ബി ഞാൻ വെക്കില്ല. ഇല്ല, പ്ലാൻ ബി വെക്കില്ല എന്ന് വെച്ചാല് എന്തായാലും നമ്മൾ മൂവ് ഓൺ ചെയ്യും. ഒരിക്കലും ക്വിറ്റ് ആക്കോ അല്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്യോ ഒന്നും ചെയ്യത്തില്ല. എവിടെ വീണാലും അവിടെ 4 കാലം നിൽക്കുക, ആ ഒരു രീതിയാണ്. അപ്പോൾ ഇപ്പം സിനിമ ഇല്ലെങ്കിൽ അടുത്ത പണി നോക്കും, അത്രേ ഉള്ളൂ. എനിക്ക് പ്ലാൻ എ എന്ന് വെച്ചാൽ പ്ലാൻ എ മാത്രമേ ഉള്ളൂ. സിനിമ, പിന്നെ എൻ്റെ ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ അതിനായിട്ടുള്ള വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു പ്ലാനേ ഉള്ളൂ.